ഏവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലസ്തീന്റെ മുഴുവൻ പ്രദേശങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് അവിടെ പുതിയ സെറ്റിൽമെന്റുകൾ പണിതുകൊണ്ട് അവിടേക്ക് പുതിയ അധിനിവേശക്കാരെ താമസിപ്പിച്ചുകൊണ്ട് ആ പ്രദേശം കൂടി ഇസ്രയേലിൻ്റെതാക്കി മാറ്റാം എന്നുള്ള ഇസ്രയേലിന്റെ ആ വ്യാമോഹത്തിന് ഇപ്പോൾ പലസ്തീന്റെ പല പ്രദേശങ്ങളിൽ നിന്നും വൻ തിരിച്ചടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പലസ്തീനിൽ ഇപ്പോൾ ഇസ്രയേലികൾക്ക് സൈന്യത്തെയും സാധാരണക്കാരെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഗസയുടെ വടക്കൻ നഗരമായ ബൈത്ലാഹിയയിൽ ഇസ്രായേൽ സൈനികരെ ഉന്നമിട്ട് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 5 സൈനികർ കൊല്ലപ്പെടുകയും 10-ലധികം സൈനികർക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഹമാസും പലസ്തീന്റെ സായുധ സൈനിക വിഭാഗമായ അൽ ഖുദ്സും സംയുക്തമായാണ് ഈ സൈനികരെ ആക്രമിച്ചത്. ഈ ആക്രമണത്തിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ ഒരു ബസ്സിന് നേരെ നടത്തിയ ആക്രമണത്തിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് നേരെ പലസ്തീനികൾ നിറയൊഴിക്കുകയായിരുന്നു. പലർക്കും വളരെ ഗുരുതരമായ പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവരിൽ അധികം പേരും ഇസ്രായേലിന്റെ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ശ്രമിച്ചവരാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബസ്സിനെ പലസ്തീനികൾ ആക്രമിച്ചത്. ഈ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഗസയിൽ വെച്ച് മറ്റൊരു ആക്രമണത്തിലൂടെ 2 സൈനികരെയാണ് പലസ്തീനികൾ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഗസയിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെയധികം നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൂത്തികൾ ഇസ്രായേലിനുള്ളിൽ ആക്രമണങ്ങൾ നടത്തുമ്പോൾ തന്നെ ഗസയിൽ ഹമാസ് വൻ സൈനിക നാശമാണ് ഇപ്പോൾ വരുത്തുന്നത്. ഈ അടുത്ത കാലങ്ങളിലായി ഇസ്രായേലിലെ ഗസയിൽ വളരെയധികം സൈനികരെ നഷ്ടപ്പെടുന്നുണ്ട്. അതിന് പ്രധാന കാരണം അവരിൽ മതിയായ ആയുധങ്ങളില്ല എന്ന് തന്നെയാണ്. അവർക്ക് ആയുധശേഷിയിൽ വളരെയധികം കുറവ് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗസയിൽ പോലും ഇപ്പോൾ ഇസ്രായേലി സൈന്യത്തിന് വൻ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നുള്ള ആയുധങ്ങളുടെ വരവ് ഏതാണ്ടൊക്കെ നിലച്ച മട്ടാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ പ്രാദേശികമായി ബോംബുകൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത്. അവർക്ക് മറ്റ് മാർഗങ്ങളൊന്നുമില്ല. അതിമാരകമായ സൈനിക ആയുധങ്ങളോ സൈനിക ഉപകരണങ്ങളോ ബോംബുകളോ ഒന്നും അത്രയധികം പെട്ടെന്ന് നിർമ്മിച്ചെടുക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ അതൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. നമ്മുടെ ഈ കൈബോംബ് പോലുള്ള ചില സാധനങ്ങൾ അവരുണ്ടാക്കി സൈനികരെ ഏൽപ്പിച്ചു വിടുകയായിരിക്കും ഇപ്പോൾ ചെയ്യുന്നത്. അല്ലാതെ പ്രാദേശികമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്താണുള്ളത്? കാരണം ഇസ്രായേലിന്റെ കയ്യിൽ ഇപ്പോൾ ആയുധങ്ങളൊന്നുമില്ല, വീമ്പ് മാത്രമേ ഉള്ളൂ. അവർക്കിപ്പോൾ പ്രാദേശികമായി ആയുധങ്ങൾ നിർമ്മിക്കേണ്ടി വന്നിരിക്കുകയാണ്. അതിന് ആയുധശാലകൾ ഉണ്ടോ എന്നുള്ള ചോദ്യം വേറെ. ഇത് ഉണ്ടാക്കണമെങ്കിൽ തന്നെ അവർ നിലവറകളിൽ ഒളിച്ചിരിക്കേണ്ടി വരും. ഇസ്രായേലിന്റെ നിലനിൽപ്പ് ഏതാണ്ട് വളരെയധികം പരിങ്ങലിലായിരിക്കുകയാണ്. നമ്മൾ പുറത്ത് കേൾക്കുന്ന വാർത്തകൾ പോലെയല്ല. ഇസ്രായേലിനുള്ളിലെ അവസ്ഥ വളരെയധികം ദുരിതമാണ്. അവർ ആയുധം കൊണ്ടും സൈനികമായും വളരെയധികം ദുർബലമായിരിക്കുകയാണ്. അവർക്കിപ്പോൾ അമേരിക്കയുടെ സഹായം കൂടിയേ കഴിയും. എന്നാൽ അമേരിക്കയിൽ ട്രംപ് ഭരണത്തിലേറുന്ന ദിവസങ്ങൾ വളരെ അടുത്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഇപ്പോൾ ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് അവർക്ക് അല്പം നിൽക്കാൻ. എന്നാൽ അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം അധികാരമേൽക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് അവർക്കൊപ്പം നിൽക്കാൻ കഴിയില്ല. തന്നെയുമല്ല, ഈ അവസരത്തിൽ ഒരു വലിയ തോതിൽ ആയുധങ്ങൾ ഇസ്രായേലിൽ അയക്കാനും കഴിയില്ല. കാരണം അമേരിക്കയുടെ സെനറ്റിനുള്ളിൽ ഇസ്രായേലിനെതിരെ വൻ പ്രതിഷേധമുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും, ലോകത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലും അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നതിൽ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഇറാൻ ഒരു വശത്ത് യുദ്ധത്തിന് തയ്യാറാവുകയാണ്. അതോടൊപ്പം ഹമാസും ശക്തി പ്രാപിച്ചിരിക്കുന്നു. അവർക്ക് പുതിയ ആയുധങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. ഇസ്രായേൽ ദുർബലമാവുകയും മറുവശത്ത് ആയുധങ്ങളുടെ വർധന ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് ഇസ്രായേലിന്റെ പരാജയം എന്ന് നാം കണക്ക് കൂട്ടേണ്ടതുണ്ട്. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.